എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ ചാപ്റ്ററാണ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. ആ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് logically related data items which can be processed as a single unit. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ സാധനമായിട്ട് ഒരൊറ്റ മെമ്മറി ലൊക്കേഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ഡാറ്റ ഐറ്റംസിൻ്റെ ഒരു കൂട്ടം എന്നാണ് അർത്ഥം. അതിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മളതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം കണ്ടിരിക്കുന്നത് അറേ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ട്. അറേ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അറേ എന്ന് പറയുന്നത് എല്ലാതും പല ഡാറ്റ വേരിയബിൾസ് അല്ലെങ്കിൽ പല ഡാറ്റ ഐറ്റങ്ങൾ കൂടിയതാണ്. അതായത് 34 ഒരു ഡാറ്റ ഐറ്റമാണ്, 12, 8, 18 ഇങ്ങനെ എല്ലാതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ ഐറ്റങ്ങളാണ്. പക്ഷേ ഈ എല്ലാ ഡാറ്റ ഐറ്റം കൂടി ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് പോലെയാണ് ട്രീറ്റ് ചെയ്യുക. ആ സിംഗിൾ യൂണിറ്റിൻ്റെ പേരാണ് AR എന്നാണ് അതിൻ്റെ പേര്. അതിന് പറയുന്ന പേരാണ് ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് ഇൻറ്റീജർ അറേ. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഡാറ്റകൾ അല്ലെങ്കിൽ പല തരം ഡാറ്റ ടൈപ്പുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു യൂണിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിവുള്ള ആ തരം ഡാറ്റ ഡിസൈനുകളെ അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മനസ്സിൽ ആകെ ഒരു കാര്യമേ വരുന്നുള്ളൂ. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡാറ്റകൾ, അത് പക്ഷേ എടുക്കുന്നത് ഒറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പായിട്ട് ആണ് പ്രോഗ്രാമിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തെന്ന് പറയുന്നത്, റിയൽ ലൈഫിൽ നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒരു കൂട്ടമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് വരും. അത് പറഞ്ഞിട്ട് വേണം നമുക്ക് അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ടോയ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ഇതിൽ പലതരം ടോയ്കളുണ്ടാവാം, പല ഷേപ്പുകൾ അല്ല പല കമ്പനികളിലേ ഉണ്ടാവാം. പക്ഷേ അത് ടോയ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരേ തരത്തിൽ പെടുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ പ്ലേറ്റ്സ് പല വലുപ്പത്തിലുള്ളതാണെങ്കിൽ പോലും അത് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ പെടുന്നത്. അതുപോലെ നമ്മൾ CD കണ്ടൻറ്റ് വ്യത്യസ്തമാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൽ പല ഓബ്ജക്ട്സ് അല്ലെങ്കിൽ പല സാധനങ്ങളുണ്ടെങ്കിൽ പോലും ഒരേ തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന ഒരേ രീതിയിലുള്ള ഐറ്റംസ് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ്. ഇതിനൊരു സിംഗിൾ യൂണിറ്റാണ്. ഈ കാണുന്നതെല്ലാം ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് മെമ്മറി പല രീതിയിൽ വരുന്ന മെമ്മറികളെ ഒറ്റ ഗ്രൂപ്പായിട്ട് ട്രീറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഡാറ്റ സ്ട്രക്ചറുകൾ ഏതാണ്? C++ൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡാറ്റ സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 തരം ഡാറ്റ സ്ട്രക്ചറുകളാണ് C++ൽ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. എന്ന് പറഞ്ഞാൽ അധികം ഗ്രൂപ്പിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ലാത്തതും മെമ്മറി കുറച്ച് വേണ്ടതുമായിട്ട് ചില ഡാറ്റ സ്ട്രക്ചറുകൾ. പിന്നെ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്തിരിയും കൂടി കൂടുതൽ ഡാറ്റ ഉൾക്കൊള്ളുന്നതും പലതരം ഡാറ്റ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സാണ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ 2 രീതിയിലുള്ള ഡാറ്റ സ്ട്രക്ചർ. ഇത് രണ്ടും നമുക്ക് പഠിച്ചിട്ടുള്ള തരം ഡാറ്റ ടൈപ്പുകളാണ്. ഒന്ന് അറേ, തൊട്ട് മുന്നേ കണ്ട ഒരേ ഇൻറ്റിജർ ടൈപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ വ്യത്യസ്ത ഡാറ്റകൾ ഉൾക്കൊള്ളുന്നു മാത്രം, പക്ഷേ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ഡാറ്റയുടെ ഗ്രൂപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറുകളോ വലിയ അധികം ഡാറ്റകൾ ഉൾക്കൊള്ളാത്തത്. പക്ഷേ രണ്ടാമത്തെ വിഭാഗം വരുന്നതാണ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഈ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ തന്നെ 2 തരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ സ്ട്രക്ചറും നോൺ ലീനിയറും. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ നിര അല്ലെങ്കിൽ ഒരേ വരി ഒരേ കോളത്തിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ.
നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരേ നിരയിൽ ഒറ്റ ലെവലിൽ നിൽക്കുന്ന ഡാറ്റ സ്ട്രക്ചറുകളല്ല. അപ്പോൾ അതിൽ നമുക്ക് ലീനിയർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് വരുന്നത്: സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ 3 നോൺ ലീനിയർ അല്ലാതെ ലീനിയർ ഡാറ്റ സ്ട്രക്ചറുകൾ ഈ 3 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഒന്ന് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെ പ്രവർത്തിക്കും. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ, അതെങ്ങനെ പ്രവർത്തിക്കും. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കും. ഈ 3 എണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ഈ സ്ട്രക്ചറിലുള്ളൂ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട് അതിൽ: ട്രീ, ഗ്രാഫ്. അത് തൽക്കാലം നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത്. താങ്ക് യു.